സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. രാജ്യം വികസനത്തിന്റെ പാതയിലാണെന്നും സർക്കാരിന്റെ പ്രവർത്തനം 3 മടങ്ങ് വേഗത്തിലാണെന്നും ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ബജറ്റിലൂടെ വികസിത ഭാരതം ലക്ഷ്യമിടുകയാണെന്നും രാജ്യം വളരെ വേഗം 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും മുർമു പറഞ്ഞു. വിവരങ്ങളുമായി അനുഷ ഭരതൻ ചേരുന്നു. അനുഷ, ഓരോ ഭരണ നേട്ടങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു. 5ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ രാജ്യത്തിൽ നിന്നും 3ാമത്തേലേക്ക് വളരെ വേഗം കുതിക്കുകയാണെന്നും കൂടി രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ ബജറ്റിന് ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യം. എന്താണ് നിർമ്മല സീതാരാമൻ പട്ടിൽ പൊതിഞ്ഞു കൊണ്ടുവരിക എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സംയുക്ത പാർലമെന്റിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തത്. ഇതിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏറ്റവും കൂടുതലായി ഊന്നി പറഞ്ഞത് ഭരണ നേട്ടങ്ങൾ തന്നെയാണ്. മോദി സർക്കാരിന്റെ ഭരണത്തിന്റെ മികവിനെ എടുത്തുകാട്ടിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു. പ്രസംഗം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരമർപ്പിച്ചു. ഒപ്പം തന്നെ കുംഭമേളയ്ക്കിടെ മരിച്ചവർക്ക്, തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവർക്കും രാഷ്ട്രപതി ആദരമർപ്പിക്കുകയുണ്ടായി. പ്രധാനമായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണ നേട്ടങ്ങളായിരുന്നു ഏറ്റവും എടുത്തു പറഞ്ഞത്. ഇതിൽ ഏറ്റവും ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിൽ സർക്കാർ വഹിച്ച പങ്ക് രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. ഇതിൽ 25 കോടിയിലധികം ജനങ്ങൾ അതിദരിദ്രർ എന്ന പട്ടികയിൽ നിന്നും മാറിയിരിക്കുന്നു. രാജ്യത്ത് ദാരിദ്ര്യം ഇല്ലാതായിരിക്കുന്നു. രാജ്യം വികസനത്തിന്റെ പാതയിലാണ്. വരും വർഷങ്ങളിൽ സമീപകാലത്ത് ലോകത്തെ തന്നെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും ഇന്ത്യ എന്നും രാഷ്ട്രപതി പറയുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണവും ഇന്ത്യയുടെ ലക്ഷ്യമാണ് എന്നും ഇതിനായിട്ടും സ്ത്രീകളെയും യുവാക്കളെയും കർഷകരെയും ഊന്നിക്കൊണ്ടുള്ള ഒരു വികസനമായിരിക്കും മുന്നോട്ട് വരുന്നത് എന്നും അവർ പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഇതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ BJP സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയ പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി പാർപ്പിട പദ്ധതിക്ക് വലിയ ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. ഒപ്പം തന്നെ നാളെ വരാനിരിക്കുന്ന ബജറ്റിൽ മധ്യവർഗത്തിന് ഒരു പ്രീണിപ്പിക്കുന്ന തരത്തിൽ നികുതി സ്ലാബിൽ ഒരു ഇളവുണ്ടാകുമെന്ന തരത്തിലുള്ള ഒരു സൂചന പോലെ തന്നെ നികുതി ഭാരം കുറയ്ക്കും, നികുതി ഘടന പരിഷ്കരിക്കും തുടങ്ങിയ ഒരു വാക്കുകൾ രാഷ്ട്രപതി പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നാളെ മധ്യവർഗത്തെ തലോടാൻ ഇത്തരമൊരു തീരുമാനം നിർമ്മല സീതാരാമന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നും രാജ്യം ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഭാഗമായി ഉറ്റുനോക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ 100ാം ദൗത്യം പിന്നിട്ട ISROയ്ക്ക് പ്രത്യേക അഭിനന്ദനം നൽകി. ഇതോടൊപ്പം തന്നെ സ്പേസ് ഡോക്കിംഗ് എല്ലാം ISRO നടത്തിയിരുന്നു. ഒരുപക്ഷെ ബഹിരാകാശ ചരിത്രത്തിൽ ഇത്തരം ഒരു സ്പേസ് ഡോക്കിംഗ് നടത്തുന്നത് ഇന്ത്യക്ക് ഏറെ അഭിമാനകരമായ നേട്ടമാണ്. ആ നേട്ടം രാഷ്ട്രപതി എണ്ണിപ്പറഞ്ഞു. ഒപ്പം തന്നെ അതിന് ISROയെ അഭിനന്ദിക്കുകയും ചെയ്തു. പിന്നീട് ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ 2-3 കാര്യങ്ങൾ, ഒന്ന് ഏകീകൃത പെൻഷൻ, അതോടൊപ്പം തന്നെ വഖഫ് ബില്ല്, അതോടൊപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് രാജ്യം പോകുന്നുവെന്നും അതിന് എല്ലാ പിന്തുണ നൽകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഒപ്പം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി, അത് സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമായും കശ്മീരിന് വലിയ രീതിയിൽ പ്രശംസ നൽകി. കശ്മീർ ലോകത്തിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം നിർമ്മിച്ചു. ഇതിനും അഭിനന്ദനം അറിയിക്കുന്നതായി രാഷ്ട്രപതി പറയുകയുണ്ടായി. തീർച്ചയായും അനുഷ, ഇപ്പോൾ ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയിലായിരിക്കും ഇനിയിപ്പോൾ ഇതിനെ സംബന്ധിച്ച് വലിയൊരു വാഗ്വാദങ്ങളും അതേപോലെ തന്നെ ബഹളം വെക്കലും ഒക്കെ ഉണ്ടാവാൻ പോകുന്നത്. ഒപ്പം ഈ ഒരു രാഷ്ട്രപതി പ്രസംഗത്തിന് ശേഷം ഉപരാഷ്ട്രപതി സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഈ ഒരു വഖഫ് ഭേദഗതി ബില്ലിന്റെ കാര്യമൊക്കെ സൂചിപ്പിച്ച് തുടങ്ങിയപ്പോൾ, അതേപോലെ തന്നെ കുംഭമേളയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ സഭയിൽ വലിയ ബഹളം ഉണ്ടായി എന്നുകൂടി മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ചയിലേക്ക് കടക്കുമ്പോൾ സഭ പ്രക്ഷുബ്ധമാവുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അത്തരത്തിലുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. കാരണം സഭ ചേരുന്നതിന് മുന്നേ തന്നെ ഇന്ന് കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ 30-ലധികം പേർ മരിച്ചതുമായി ബന്ധപ്പെട്ട് ആ വിഷയം സഭയിൽ ഉന്നയിക്കും. കാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു വീഴ്ചയാണ്. കാരണം മഹാകുംഭമേളയാണ് നടന്നത്, 100 വർഷത്തിലൊരിക്കൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ രീതിയിലുള്ള ഒരു മുന്നോടിയായ ഒരു മുന്നൊരുക്കങ്ങൾ വന്ന പിഴവാണ് എന്നെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് സഭയിൽ ഉന്നയിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ഇതിന്റെ ഭാഗമായി ആദ്യം തന്നെ ഈ ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സംസാരിക്കും
സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം ഈ കുംഭമേളയെക്കുറിച്ചും വഖഫ് ബില്ലിനെ കുറിച്ചും സംസാരിച്ചു. ഇതേ തുടർന്ന് വലിയ ബഹളം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വഖഫ് ബില്ലിൽ നേരത്തെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളെല്ലാം ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രപതി പ്രധാനമായും പരാമർശിച്ചതാണ്. അതായത് എല്ലാ കാലവും ഈ കേന്ദ്ര സർക്കാർ എടുത്തു കാണിക്കുന്ന ഒരു ഭരണ നേട്ടം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഒരു നേട്ടം എന്ന രീതിയിൽ കണക്കാക്കുന്ന ഒന്നാണ് വഖഫ് ബിൽ. അതോടൊപ്പം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള എതിർപ്പാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്തതായി പാർലമെന്റിൽ ഉണ്ടാകുക നിർമ്മല സീതാരാമൻ എക്കണോമിക് സർവേ അല്ലെങ്കിൽ സാമ്പത്തിക സർവേ പാർലമെന്റിൽ സമർപ്പിക്കും. ഇതേ തുടർന്നുണ്ടാകുന്ന ചർച്ച, ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുന്ന ചർച്ചയിൽ വലിയ രീതിയിൽ ഈ പ്രതിപക്ഷം വലിയ രീതിയിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാകുമോ, കാരണം ബജറ്റ് സെഷനിലും പാർലമെന്റ് പ്രക്ഷുബ്ധമാകുമോ എന്ന സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കുംഭമേള അടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിന് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ നാളെയാണ് ബജറ്റ്. നാളെ 11 മണിയോടുകൂടിയാണ് നിർമ്മല സീതാരാമൻ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുക. ആ ബജറ്റിൽ ഈ മധ്യവർഗം അടക്കമുള്ളവരെ പ്രീണിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഉതകുന്ന തരത്തിലുള്ള എന്ത് നയങ്ങളാണ് അല്ലെങ്കിൽ എന്ത് പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുക എന്ന് കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന് എന്ത് ലഭിക്കുമെന്നതിലെല്ലാം വലിയ ആകാംക്ഷയുണ്ട്. മുൻ ബജറ്റിൽ, കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ വാരിക്കോരി ആന്ധ്രയ്ക്കും മറ്റ് സംസ്ഥാനങ്ങൾക്കും കൊടുത്തപ്പോൾ കേരളത്തിന് വലിയ അവഗണനയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്തവണ നാളെ എന്താകുമെന്നൊരു വലിയ പ്രതീക്ഷ കൂടി നമുക്ക് മുന്നിലുണ്ട്. കാളിദാസ്, തീർച്ചയായും ഈ വിഷയങ്ങളിലൊക്കെ അല്ലെങ്കിൽ എടുത്തു സൂചിപ്പിക്കുന്ന ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും അധികം സംസാരമായിട്ടുള്ള പല വിഷയങ്ങളിലും സഭ പ്രക്ഷുബ്ധമാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പ്രക്ഷുബ്ധമാകുമെന്നുള്ളതിൻ്റെ സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നിരുന്നാലും അനുഷ സൂചിപ്പിച്ച പോലെ തന്നെ എന്താണ് നാളെ ധനമന്ത്രി പട്ടിൽ പൊതിഞ്ഞ് കൊണ്ടുവരാൻ പോകുന്നത്, എന്താണ് കേരളത്തിനായി കാത്തുവെച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാനായി നമ്മളും ഏറെ പ്രതീക്ഷയിലാണ്. അനുഷ ഭരതനാണ് വിവരങ്ങൾ നൽകിയത്.